ശ്രീ ഷാജഹാൻ ഓർക്കുന്നുണ്ടോ? ഈ കൈകൾ പരിശുദ്ധമാണ് എന്ന് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നത് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടങ്ങൾ, അതായത് ഓഫീസ്, എത്ര പരിശുദ്ധമായിരിക്കും? അതായത് ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരുടെ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഓഫീസുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് UDF-ൻ്റെ ഭരണകാലത്തേക്കാൾ. കാരണം ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരത്തിൽ അവർ വന്നാൽ അവരുടെ മുഖ്യമന്ത്രി അവരുടെ മന്ത്രിമാരുമൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ആ നേതാക്കന്മാരും അവർ നടപ്പിലാക്കുന്ന നയങ്ങളുമാണ് അവർക്ക് പ്രധാനം. അല്ലാതെ അവരുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് നയമൊന്നോ പ്രത്യയശാസ്ത്രമോ അങ്ങനെയുള്ള കെട്ടുപാടുകളും ചുറ്റുപാടുകളൊന്നും അവർക്കില്ല. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതല്ല. നമ്മളിതുവരെ കേട്ടിരുന്നതനുസരിച്ച് CPM-ൻ്റെ നയമുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നയവും പ്രത്യയശാസ്ത്രവും നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണങ്ങൾ മാത്രമാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും. മനസ്സിലായില്ലേ? അവർക്കൊരു നയമുണ്ട്. ആ നയം നടപ്പിലാക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. മനസ്സിലായ? അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ നയമാണ് പ്രധാനം. ആ നയത്തിനും ആ പ്രത്യയശാസ്ത്രത്തിനുമാണ് പ്രാധാന്യം. അത് നടപ്പിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവരുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും ഒക്കെ ഓഫീസിന് UDF-ൻ്റെ ഭരണകാലത്തേക്കാൾ 10 മടങ്ങ് പ്രാധാന്യമുണ്ട്. ഇപ്പം UDF ഭരിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് അല്ല. അവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ, മുഖ്യമന്ത്രിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ CPM ഭരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഉള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 2006-2011 കാലത്ത് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് AK സെൻറ്ററിൽ നിന്ന് ഫയലുകൾ, ഏതൊക്കെ ഫയലുകളിൽ എന്തൊക്കെ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അടുത്ത് വരും. അന്ന് രാജേന്ദ്രനായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് തന്നെ ഓർമ്മ, അല്ല പ്രൈവറ്റ് സെക്രട്ടറി. രാജേന്ദ്രൻ കൊണ്ടുവന്നിട്ട് PS എടുത്തത് ഇവിടെ ഒപ്പിടണമെന്ന് പറയും, PS അവിടെ ഒപ്പിടും. മനസ്സിലായില്ലേ? അപ്പം അത്രയും പ്രാധാന്യം CPM-ൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളൂ. പാർട്ടിയുടെ നയം നടപ്പിലാക്കാനിരിക്കുന്ന ആളുകൾ, അവിടെ എല്ലാം പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും, മറ്റ് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം വീണ ജോർജ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി AK സെൻറ്ററിൽ ദീർഘകാലം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സജീവൻ. ആ സജീവനാണ് ആരോഗ്യമന്ത്രി എന്നാണ് പാർട്ടി അകത്തളങ്ങളിലെ സംസാരം. കാരണം തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറി സജീവനാണ്. മനസ്സിലായി? അപ്പോൾ ആ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ CPM-ൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ വളരെ നിർണായകമാണ്. ഇപ്പോൾ 2 ഘട്ടത്തിൽ നായനാർ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് EN മുരളീധരൻ എന്നായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ളൊരു സ്ഥാനത്താണ് അദ്ദേഹം. P ശശി വരുന്നതിന് മുമ്പ് ഇരുന്ന AP കുര്യൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. നിർണായകമായിട്ടുള്ള അധികാര സ്ഥാനമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ ഓഫീസ് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയേ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി തന്നെ ഈ പാർട്ടിയുടെ പ്രാധാന്യം കുറഞ്ഞു. പാർട്ടി സെക്രട്ടറിക്ക് പ്രാധാന്യം കുറഞ്ഞു, മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. പാർട്ടിയുടെ കാര്യങ്ങൾ പിണറായി തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് വന്നു. പിണറായി വിജയനിൽ അധികാരം കേന്ദ്രീകരിച്ചു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പാർട്ടി രീതികളും സംവിധാനങ്ങളും എല്ലാം മാറി. പ്രൈവറ്റ് സെക്രട്ടറിക്ക് പഴയതുപോലുള്ള പ്രാധാന്യം ഇല്ല എന്നുള്ള നിലയിൽ വന്നു. അധികാരം പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇപ്പോൾ 2-3 വർഷക്കാലമായിട്ട് ഇരിക്കുന്നത് P ശശി എന്ന് പറഞ്ഞാൽ അയാൾ മുതൽ നമ്മളൊന്ന് ചർച്ച ചെയ്ത് തുടങ്ങണം. P ശശി ആരാണ്? സ്ത്രീപീഡന വിഷയങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ആളാണ് P ശശി.
പി ശശി എങ്ങനത്തെ ആളാണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും അയാളുടെ താല്പര്യങ്ങൾ എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രം. എത്രത്തോളം ജീർണിച്ചതാണ് എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ള അവിടുത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രനാണ്. അയാൾക്കെതിരെ ആരോപണങ്ങളുടെ പെരുമഴ തന്നെ ഉണ്ടായിട്ടുണ്ട്. 4 or 5 തവണ ED അയാളെ ചോദ്യം ചെയ്തിട്ടുള്ള ആളാണ്. അയാളുടെ ഒരു യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ സ്വപ്ന സുരേഷുമായിട്ട് രാത്രി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ രാത്രി എന്താ കഴിക്കുന്നത് അമ്മിഞ്ഞപ്പാലാണെന്ന് പറഞ്ഞ ആളാണ് അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആരാണ്? M ശിവശങ്കരനാണ്. അയാൾ 1.5 വർഷം ജയിലിൽ കിടന്നവനാണ്. പിന്നെ ഉള്ളത് ആരാണ്? KM എബ്രഹാമാണ്. അയാൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അയാൾക്കെതിരെ ഇപ്പോൾ CBI അന്വേഷണം വന്നിരിക്കുകയാണ്. അപ്പോൾ പി ശശി, CM രവീന്ദ്രൻ, M ശിവശങ്കരൻ, പിന്നെ KM എബ്രഹാം. പിന്നെയുള്ള ഒരാളാരാണ്? PM മനോജാണ്. പ്രസ് സെക്രട്ടറി ആയിരുന്നു. അയാളെ പിണറായി വിജയൻ തന്നെ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ് എടുത്ത് പുറത്ത് കളയേണ്ടി വന്നു അയാൾ. അതുപോലെ തന്നെ ഒരു കളിയത്തെന്നും കൊണ്ട് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ദിനേശ് കളിയത്തെന്ന് കൊണ്ട് പറഞ്ഞൊരാളുണ്ട്. അയാളാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട അഡീഷണൽ വെച്ചത്. അയാളുടെ PhD തീസിസ് കംപ്ലീറ്റ് കോപ്പി അടിച്ചതാണെന്നുള്ള നിലയിൽ ആരോപണങ്ങൾ നേരിടുന്ന ആളാണ്. പിന്നെയുള്ള ഒരാൾ KK രാഗേഷാണ്. KK രാഗേഷിനാണ് ഇപ്പോൾ കവചകുണ്ടലം കർണൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കേൾക്കുന്നത്. KK രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെയാണ് അനധികൃതമായി പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ കണ്ണൂർ സർവകലാശാലയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവരുടെ എല്ലാം മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിയോ അഴിമതിയുടെ കൂട് എന്ന് പാർട്ടിക്കാർ തന്നെ വിശ്വസിക്കുന്ന ആൾ. ലാവ്ലിൻ കേസ് മുതൽ മാസപ്പടി കേസ് മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഒരു 6ഓളം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ആളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBI കേസിലെ പ്രതിയായിട്ടുള്ള പിന്നെ KM എബ്രഹാമും, ED അന്വേഷണം നേരിട്ടിട്ടുള്ള CN രവീന്ദ്രൻ, സ്ത്രീ പീഡനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള പി ശശി, അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത് പുറത്തു കളയേണ്ടി വന്ന PM മനോജ്, PhD തീസ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ എല്ലാ വൃത്തികേടുകളുടെയും മാലിന്യങ്ങളുടെയും ഒരു 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 മൂർത്തിമത് ഭാവമായിട്ടുള്ള ഒരു ഓഫീസായിട്ടാണ് ഇപ്പം ഇത് പ്രവർത്തിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഒരു PA മറ്റോ കുറച്ചാൾ ജയിലിൽ കിടന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഒന്നും കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് സ്റ്റാഫിൽ ഒരാളെ കുറിച്ചിട്ടും ഒരാരോപണവും നമ്മൾ കേട്ടിട്ടില്ല. അതിനു മുമ്പ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ ഒന്നും ഓഫീസിൽ ഒരാളെ കുറിച്ചിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഓഫീസിനെ കുറിച്ചിട്ട് ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഇത്രയേറെ അഴുകി പുഴുത്ത് നാറി ചീഞ്ഞ ഒരു ഓഫീസ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ്റെ കാര്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അഴുകി പുഴുത്ത് ചീഞ്ഞു നാറിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇരിക്കുന്നവന്മാരെല്ലാം ചീഞ്ഞു നാറിയതും പുഴുത്തതുമാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്രത്തോളം തരം താഴാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഓഫീസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ല, ഇതിനകത്ത് ഇപ്പോൾ KM എബ്രഹാമിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അതാണല്ലോ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അല്ല, അതാണല്ലോ ഏറ്റവും പുതിയത്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വത്സല വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള അയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണം നടത്തണമെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. CBI കേസിൽ പ്രതിയാണ് അയാൾ. മനസ്സിലായി? അപ്പോൾ അതിനപ്പുറത്ത് വേറെ എന്താണ്? അങ്ങനെ പ്രതിയായ ആൾ പോലും രാജിവെച്ച് പോകേണ്ടതില്ല എന്ന് പിണറായി വിജയൻ പറയുകയാണ്. കാരണം 2007 പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലാവ്ലിൻ കേസിൽ പ്രതിയായ ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ മാസപ്പടി കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും KM എബ്രഹാം രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പിണറായി വിജയനെതിരെ തിരിയും. എന്നാൽ പിന്നെ നിങ്ങൾ രാജിവെക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പം KM എബ്രഹാം രാജിവെക്കാതിരുന്നാൽ മാത്രമേ പിണറായി വിജയൻ രാജിവെക്കാതിരിക്കാൻ പറ്റൂ. പക്ഷേ പൊതുജനങ്ങളും പ്രത്യേകിച്ച് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തവരും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം അഴിമതിക്കകത്ത് ചെളിക്കകത്ത് ആണ്ട് കിടക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പിന്നെ പാർട്ടിയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിരിക്കും മുമ്പോട്ടുള്ള പോക്കെന്നുള്ളത്. അല്ല, 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഈ ജീർണതയുമായിരിക്കും.
എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പാർട്ടി അധികാരത്തിൽ നിന്ന് പോയാൽ അതിൻ്റെയും 99% ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.